സ്റ്റൈല് ഡാൻ ആമി സ്റ്റൈല് ഡാൻ സ്റ്റൈല് കേട്ട ആമി ഞാനടാ ഫിഗർ ഡാൻ സൂപ്പർ ഫിഗർ ഡാൻ ഫിഗർ കേട്ട ആമി ഞാനടാ പല്ലി കെട്ടി കാല് കെട്ടി മുടി കെട്ടാതെ കൊപ്പളെ പോയി ടീച്ചറെ കല്ല് മേടിക്കുന്നല്ലോ. ടീച്ചർ തല്ലിന്ന് അതെയോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് അഭിച്ചേണ്ട ഒരു പാട്ടിലൂടെ തുടങ്ങാം കേട്ടോ. അപ്പം അച്ഛനും മോളും കൂടെ ആമിയുടെ സ്കൂളിലേക്ക് പോവാണേ. ഒന്നുമല്ല, ആമിക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ പോണതാണ് കേട്ടോ. ഇന്ന് വണ്ടി ഒന്നും വരുന്ന ദിവസമല്ലായിരുന്നു, ഒരു സാറ്റർഡേ വ്ളോഗാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അഭിച്ചേട്ടൻ്റെ നിമിഷകവി പെട്ടെന്ന് ഉണർന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കൂടെ ഉള്ളതാണ്. പാരഡി സോങ്സ് പാടാൻ അഭിച്ചേട്ടന് ഒരു പ്രത്യേകമായ കഴിവുണ്ട്. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നോർമൽ എൻ്റെ പണികളിലോട്ട് കിടക്കാണ് കേട്ടോ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു, കണ്ടില്ല, ഒക്കെ കുതിർന്ന് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം കേട്ടോ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് തന്നെ പണികളാട്ടോ. ഞാൻ ഇന്ന് കാലത്ത് കുത്തു പൊറോട്ട ഉണ്ടാക്കി. പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുത്തു പൊറോട്ട പോലെ ആമിയുടെ നൂഡിൽസിൻ്റെ റിപ്പീറ്റേഷൻ പോലെ ഉണ്ടാക്കി. ചിക്കൻ കറി ഉണ്ടാക്കാം. നേരം വൈകി ആമിക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ക്ലാസ് വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നോർമൽ വർക്കിംഗ് ഡേ അല്ല ഇന്ന്, പക്ഷെ അവർ പോർഷൻസ് എടുത്ത് തീരാത്തോണ്ട് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ട്. അപ്പൊ എന്തൊക്കെ അതിൽ നടക്കുന്നു ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം. നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ വ്ളോഗ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടാവുള്ളൂ. ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. എനിക്കെല്ലാം മെയിനായിട്ട് ഷഞ്ജുനോടെ കൂടെ പോകാനായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അബ്ജാണ് കഞ്ഞി വെച്ചതിൻ്റെ അതൊക്കെ കൂടെ പോയിണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അബ്ജാണ് പൊടിയരി കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് പൊടിയരി കഞ്ഞി ആയിരുന്നു അബ്ജാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബീൻസ് തോരന്. ചിക്കൻ കറി വയ്ക്കുന്നവരല്ലേ ചിക്കൻ കറിയാ. അതിൽ പപ്പടാക്കിക്കോ. കൗണ്ട ചെലപ്പോ എണ്ണ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോകാനാ. മാങ്ങ കിട്ടില്ല. അപ്പോൾ എന്നത്തെയും പോലെ സാധാരണ ഞാൻ ഇറങ്ങാൻ വിചാരിച്ചതിനേക്കാളും ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കണ്ണു മിഴിക്കാനൊക്കെ ഇത്തിരി ലേറ്റ് ആയിന്നേ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ആമിക്ക് ഫുഡ് കൊടുത്തു വിടണ്ടേന്ന് തന്നെ. അപ്പം ഞാനാണെങ്കിൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കൊടുത്തു വിട്ടു. ആമിക്ക് അങ്ങനത്തെയൊക്കെ കൊടുത്തു വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നമുക്കായാലും അങ്ങനെയല്ലേ, സ്ഥിരം ചോറ് കൊണ്ടുപോകുമ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പിടിക്കുമ്പോൾ ഇഷ്ടമല്ലേ. ഞാൻ ഇടയ്ക്ക് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. തക്കാളി ചോറും മുട്ടച്ചോറും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റി കൊടുത്തു വിടാറുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ചോറ് തന്നെയാണ് കൊടുത്തു വിടാൻ ശ്രമിക്കാറ്. നമുക്ക് പിന്നെ അതിന്മ വേറെ പണിയുണ്ടേന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമാണ് കേട്ടോ എൻ്റെ ഹെൽപ്പർ. അപ്പോൾ കർച്ചീഫ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഈ ഒരു ദിക്കുന്ന ഇറക്കിൻ്റെ ഇടയിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് രസമായി തോന്നിയാവും. അവൻ്റെ ആംഗിളുകൾ പലതും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോണിലോട്ടല്ലേ നോക്കുക ഏതൊക്കെ ആംഗിളിലാണ് നമ്മൾ എടുക്കുന്നതെന്ന്. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ അങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ നടക്കുന്നു മാത്രം കേട്ടോ.
കണ്ടു ഞാൻ എൻ്റെ മുടി ഇങ്ങനെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മുടിയുടെ ടെക്സ്ചർ, കറക്റ്റ് കേളിയായിട്ട് കിടക്കും കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. പിന്നെ ഇങ്ങനെ ഭയങ്കര തിൻ ഹെയർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഉള്ളൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അത് എൻ്റെ നമ്മൾ ചീർപ്പോണ്ട് ഈരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്തു കേട്ടോ. അപ്പോൾ പിന്നെ ഹെയറൊക്കെ ഒതുക്കി കെട്ടി പിന്നെ നമ്മൾ ഈ വണ്ടിയുമൊക്കെ പോകുമ്പോൾ അങ്ങനെ മുടി അയച്ചിട്ട് പോകുന്നത് അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല. ഞാൻ സ്റ്റുഡിയോ ഒന്ന് പർച്ചേസ് ചെയ്തതാണ്. എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷനും ഈ ഒരു പാറ്റേണും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ബ്രോഡായിട്ട് ഷോൾഡർ ഉള്ളവർക്കൊക്കെ ഇത് ചേരും കേട്ടോ. അങ്ങനത്തെ ക്യാമറമാൻ ആദ്യോടൊപ്പം അമ്മ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ മുഖത്തുണ്ടല്ലോ ഇവിടെ ആടിയുമ്പോൾ ഭയങ്കര വലിയ 2 കുരുക്കൾ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞൂടാ, എവിടെ നിന്ന് വന്നതാണാവോ. ചില സമയത്ത് അങ്ങനെയാണ്, നല്ല പെയിനാണ് അങ്ങനത്തെ. അങ്ങനെ ഞാൻ നേരെ പോയത് ഓഫീസിലോട്ടാണ് കേട്ടോ. ഓഫീസിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷഞ്ജനെ വിളിച്ചു. ഞങ്ങൾ കല്യാണിന് വന്നിട്ടുണ്ടായിരുന്നു. നേരെ കല്യാണിലേക്ക് പോയിട്ടോ. അപ്പം നേരെ ആദ്യം അവളുടെ സാരിയാണ് എടുത്തത്. അതിനനുസരിച്ച് വേണമല്ലോ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 2 വീലറിലാണ് പോയത്. പിന്നെ നേരെ വിട്ടത് ക്യൂനിലേക്കാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടാവും കേട്ടോ. അവർ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത്സ് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കി എന്തെങ്കിലും ഒരു ഐഡിയയും കൊണ്ട് പോയാൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല തിരക്കാണ്. നമ്മൾ വീക്കെൻഡിലൊന്നും പോവാതിരിക്കുകയാണ് നല്ലത്. വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൂടെ ഒരു സമാധാനമായിട്ട് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഷോപ്പ് അങ്ങനെ വലിയ ആർഭാട ഷോപ്പൊന്നുമല്ല, ഒരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൽ ചെറിയ ഷോപ്പിൽ ഒരുപാട് തുണികളും, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനൊക്കെ ഇത്തിരി ഒരു പണിയുണ്ട്. ആ ചേച്ചിമാർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ കടയിലേക്ക് തിരിച്ചു പോയി. പിന്നെ ആമീനെ വിളിക്കാറായപ്പോൾ ആമീനെ വിളിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ടോ. കാരണം ആദ്യകൂട്ടനെ അവിടെ ആക്കിയിട്ടാണ് പോയിണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കൃഷ്ണരാഗത്തേക്ക് പോകുന്നു. പാട്ടൊക്കെ കയ്യിൽ നിന്ന് പോയി മനസ്സിലായപ്പോൾ ഒരാൾ ലാപ്ടോപ്പിൽ ലിറിക്സ് മൊത്തം വെച്ചിട്ട് നെക്സ്റ്റ് ഒരു വട്ടം കൂടെ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ആമി നാടൻ പാട്ടിന് കൊട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ അരങ്ങേറുന്നത്. അവക്ക് കണ്ണുക്ക് വറുത്തമിടി പിന്നാലെ പാട്ടിലെ കണ്ടെത്തിയെടുത്തിൻ പയ്യിലെ കാട്ടിവിടടി ഗൈസ് പുറത്തു പോവാന്ന് പറഞ്ഞ് അച്ഛടെ പിള്ളേരെ പറ്റിച്ചു. ഞങ്ങള് കൊണ്ടുപോവാത്തത് കൊണ്ട് എന്തുണ്ടാക്കാൻ പോണേ? കടിച്ചു ചിക്കൻ ഫ്രൈ, മാർക്ക് ചിക്കൻ പാസ്ത, വൈറ്റ് സോസ് പാസ്ത. മാഗി തില്ലണത് നല്ലതല്ല എന്ന് പറഞ്ഞു. കൊറോണായിട്ടില്ലേ? പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പാസ്ത എടുക്കും.
അത്ര കൊറേ നാളൊന്നായിട്ടില്ല. മാസമായിട്ടുള്ളോ? ഈ പാസ്തിയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. എന്താണെന്നറിയോ? വായിക്കൂ. പാസ്ത ഇതെന്തൊക്കെ പാസ്ത? Super duper pasta. ഫിസിലി പാസ്ത. Chili pasta. പിന്നെ നമുക്ക് അതുണ്ടാക്കാം. പോയി കുളിക്ക്. Nana. നീ പോയി പഠിച്ചോ. Nana, say hi. Yes, I hear. ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ അളവെടുക്കാറ്. 3 പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ ഇട്ടെടുക്കാം. കാരണം പാസ്ത നമുക്ക് കുറേ കഴിക്കാൻ പറ്റില്ല. നമുക്ക് വൈറ്റ് സോസ് പ്രത്യേകിച്ച് അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിലൊരു 3 പാത്രം എടുത്താൽ മതി. അബ്ചേട്ടന് കഞ്ഞിയാണ് ഗൈസ്. ഹി ലവ്സ് കഞ്ഞി. ദിവസം മുന്നേ ഞാനിത് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ചിക്കൻ വെച്ചിട്ടല്ല, വെജിറ്റബിൾസ് വെച്ചിട്ട് ട്രൈ ചെയ്തായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് കോൺഫിഡൻസിലാണ് കേട്ടോ ഞാനിത് വീണ്ടും ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലായ്പ്പോഴും പുറത്തൊന്നും പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല. അത് എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടായാലും അതെനിക്ക് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പല ഫ്ലേവറുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പുറത്ത് പോയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊന്നല്ല, പക്ഷെ നമുക്കത് എപ്പോഴും പറ്റൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ്. ഇപ്പം പാനിപ്പൂരി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പാനിപ്പൂരി ഇപ്പോൾ വീട്ടിലുണ്ടാക്കും. നമുക്ക് കുറേ കഴിക്കാമല്ലോ. മറ്റേതൊരു 6 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ എന്താവാനാണ്. അപ്പം ഞാൻ വൈറ്റ് സോസ് പാസ് ഉണ്ടാക്കിയിട്ടോ. പക്ഷെ എനിക്ക് ഹോട്ടലിൽ കഴിച്ചതിനേക്കാളും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ. അത് ചിക്കൻ വെച്ച് ഉണ്ടാക്കിയപ്പോഴും നന്നായിട്ട് വന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അബ്ചേട്ടനും കൂടെ കൊടുക്കാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം അബ്ചേട്ടനും കൊടുത്തിട്ടില്ല. ബട്ടറും നെയ്യും ഇതൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിതമായ രീതിയിലാണ് ബട്ടർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഞാൻ ക്യൂബാക്കി വെക്കുന്നതാണ്. അപ്പോൾ അധികം ക്വാണ്ടിറ്റി ഇട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ഇതിൽ തന്നെ പിന്നെ വീണ്ടും ഇട്ടു. നമ്മൾ സോസ് ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മാത്രമാണ് ആഡ് ചെയ്തത്. നമുക്ക് മറ്റേ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടാണ് ചില റെസിപ്പീസ് ഞാൻ കണ്ടത്. പക്ഷെ നമുക്ക് ഫ്രഷ് ക്രീം എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം സോസ് ഇത്തിരി കുറഞ്ഞു. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി പാസ്ത ഇട്ടുമല്ലോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് അത്യാവശ്യം ഹെവി ആയി ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറച്ച് കഴിക്കുകയാണ് നല്ലതും. അപ്പോൾ പിന്നെ 2 ലെഗ് പീസ് ഫ്രൈ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 4 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇന്നത്തെ ഡിന്നർ ഇവിടെ അവസാനിക്കുകയാണേ. ഞാൻ ഫുഡ് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഈ ഫുഡിനോട് കൊതി തോന്നുന്നുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ. അതങ്ങനെയാണ്. കൊതുക്കി ഗൈസ്, പണികൾ കഴിഞ്ഞു ഗൈസ്. നാളെ ഞങ്ങൾ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചു നേരത്തെ പോകാമെന്ന്. ഞായറാഴ്ച മിക്കവാറും നമുക്ക് ഉള്ളിൽ കയറുന്ന തൊഴാൻ പറ്റില്ല. പിന്നെ ഭഗവാൻ അതുമാതിരി കനിയണം. ഞങ്ങൾ വരി കുറവാണെന്നുണ്ടെങ്കിൽ കുറവൊന്നല്ല, അത്യാവശ്യം നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിന്നാൽ തൊഴാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്ന് തൊഴും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അബ്ചേട്ടൻ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ അബ്ചേട്ടൻ സൈറ്റിലൊക്കെ പോകാണ്ട്. അപ്പോൾ ഞങ്ങൾ ഭഗവാനെ തൊഴുതൊരു വഴിപാടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആദ്യം പുലർച്ചെ നേരത്തെ എനിക്ക് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്ര നേരത്തെ പോയിട്ട് കാര്യമില്ല. കാരണം സൈറ്റിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ക്ഷീണമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സമാധാനമായിട്ട് എണീറ്റൊരു 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാട്ടോ. ഗുരുവായൂരല്ലേ, ഞാൻ ഗുരുവായൂർ വെച്ചിട്ട് ഇത്രയായിട്ട് വ്ളോഗ് ചെയ്തിട്ടില്ല തോന്നുന്നു. അങ്ങനെ ഇനി പോയി ഫ്രഷ് ആവട്ടെ. ഉറക്കം വരുന്നുണ്ട് ഗൈസ്, കണ്ണു നോക്ക്.
അപ്പം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ല കേട്ടോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയെ. അങ്ങനെ പിന്നെ ഒരു ചിൽ വൈബിൽ അവിടെ ഇരുന്നു. ഞാൻ കാല് വെറുതെ കയറ്റി വെച്ചപ്പോൾ ചോട്ടെങ്കിൽ കാലൊക്കെ കുഴിഞ്ഞു ഗൈസ്. അത് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ പിടിച്ച് തരാറുണ്ട് കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ നല്ല സുഖമല്ലേ. നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, വല്ലപ്പോഴും ഇങ്ങോട്ട് ചെയ്ത് തരുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.